ബൈ. അപ്പൊ നമ്മള് എവിടെ പോവാ? കണ്ണ പറ. ആരുടെ ബർത്ത്ഡേക്ക്? അപ്പൊ നിമിഷാക്കിന്റെ വീട്ടിൽ പോവാ അല്ലേ? അങ്ങനെ കണ്ണം പറഞ്ഞ പോലെ ഞങ്ങൾ നിമിഷേച്ചിൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. വലിയ സെലിബ്രേഷനൊന്നുമല്ല, ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിയിട്ടൊന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ശരിക്കും നിമിഷേച്ചി സർപ്രൈസായി. ഞങ്ങൾ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി കേക്കൊക്കെ മുറിച്ചു. ഈ തവണ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. എപ്പോഴും ചേച്ചീൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവലില്ല ബർത്ത്ഡേക്ക്. ഇത്തവണ എന്തായാലും നമുക്ക് ഷിബുവേട്ടനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ബർത്ത്ഡേക്ക്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മധുരം കൂടി എന്ന് പറയാം നിമിഷേച്ചിൻ്റെ ബർത്ത്ഡേക്ക്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. നിമിഷേച്ചി നല്ല ഹാപ്പിയായി. നിമിഷേച്ചി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ലൊരു മന്തിയും തന്നു. മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പിരിയാമെന്ന് വിചാരിച്ചിട്ടോ. അടിപൊളി മന്തിയായിരുന്നു. നമ്മൾ അവിടുന്ന് മാത്തറ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് കേട്ടോ വാങ്ങിയത്. അങ്ങനെ മന്തിയും കഴിച്ച് വീട്ടിൽ പോന്നു.